സിന്ദൂരരേഖ ഭാഗം 119. ഏതനവദ്യ? ആളെ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അയാൾ അവനോട് തിരികെ ചോദിച്ചു. അനവദ്യ, സെന്തഗിരി ഫ്ലാറ്റിൽ റൂം നമ്പർ 304 താമസിച്ചിരുന്ന. അവൻ വ്യക്തമായിട്ട് അയാളോട് തിരികെ പറഞ്ഞു കൊടുത്തു. ഏത്? ഒരു പെണ്ണും അമ്മയും കൊച്ചും ഉണ്ടായതാണോ? ആ, അതുതന്നെ. അവരുടെ പേര് അനവദ്യ എന്നല്ലല്ലോ, അമൃത എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അയാൾ പറയുന്നത് കേട്ടതും മനുവിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. എങ്കിലും താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴും അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴും ആളൊന്നു തന്നെയാണ്. യെസ്, അമൃത, അത് തന്നെ. ആ, അവരിന്നലെ രാത്രി പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. ആരോടൊന്നും പറഞ്ഞിരുന്നില്ല. കുറച്ച് മാസത്തെ വാടക കുടിശ്ശികയും ഉണ്ടായിരുന്നു. എനിക്ക് അവരുടെ ഫോൺ നമ്പർ ഒന്ന് വേണം. ഒഴിഞ്ഞു പോയതിന് ശേഷം അവർ നിങ്ങളെ വിളിച്ചിരുന്നോ? മനു അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ചോദിച്ചു. ആദ്യം വെങ്കട്ടറെഡ്ഡി ഒന്നും അടിച്ചു നിന്നെങ്കിലും മനുവിൻ്റെ കടുത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ അയാൾക്ക് സത്യം പറയേണ്ടി വന്നു. അവർ ഇന്നലെ രാത്രി ഒഴിഞ്ഞു പോയതിന് ശേഷം ഇന്ന് രാവിലെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഓൺലൈൻ വഴിയായിട്ട് തരാനുള്ള ബാക്കി വാടക തുക കൃത്യമായിട്ട് അയച്ചു തന്നിരുന്നു. തുക വന്നതിന് ശേഷം എൻ്റെ ഫോണിലേക്ക് ഒരു പുതിയ നമ്പറിൽ നിന്നൊരു കോൾ വന്നിരുന്നു. അവർ തന്നെയാണ് സംസാരിച്ചത്. അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വിളിച്ചതായിരുന്നു. ആ നമ്പർ എനിക്കൊന്ന് വേണം. മനുവിൻ്റെ ശബ്ദം കടുപ്പമുള്ളതായി. വെങ്കട്ടറെഡ്ഡി തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഇന്ന് രാവിലെ വന്ന ഇൻകമിംഗ് കോളുകളുടെ ലിസ്റ്റ് പരിശോധിച്ചു. അതിൽ നിന്നും ആ പുതിയ ഹൈദരാബാദ് ലോക്കൽ നമ്പർ അയാൾ മനുവിന് കൊടുത്തു. താങ്ക്സ് എന്ന് മാത്രം പറഞ്ഞ് അവൻ ആ ഓഫീസിൽ നിന്നും വെളിയിലിറങ്ങി. ഒടുവിൽ അനവദ്യയുടെ പുതിയ അടയാളം അവൻ്റെ കൈകളിൽ എത്തപ്പെടുകയായിരുന്നു. ഇനി അവളെ പൂട്ടാനുള്ള സമയമായി. അയാളുടെ ഓഫീസിന് വെളിയിലിറങ്ങിയ മനു വലിയൊരു ആശ്വാസത്തോടെ ശ്വാസം നേരെ വിട്ടു. കയ്യിലെ പേപ്പർ കഷ്ണത്തിൽ എഴുതിയ ആ നമ്പറിലേക്ക് അവൻ വീണ്ടും വീണ്ടും നോക്കി. അമൃത എന്ന വ്യാജ പേരിൽ ഒളിച്ചു താമസിച്ചാലും അവളുടെ ശരിക്കുള്ള സ്വഭാവം മാറില്ലെന്ന് അവന് മനസ്സിലായി. അമൃതയായാലും അനവദ്യ ആയാലും അവളുടെ ജീവിതം ഇനി തൻ്റെ കയ്യിലാണ്. പണം കൈമാറാൻ അവൾ ഉപയോഗിച്ച പുതിയ ഫോൺ നമ്പർ തന്നെയായിരിക്കും ഇനി അവളെ കണിശമായി പൂട്ടാനുള്ള ഏറ്റവും വലിയ ആയുധം. ഹൈദരാബാദിലെ കത്തുന്ന വെയിലിനെ അവഗണിച്ചുകൊണ്ട് അവൻ റോഡരികിലെ ഒരു വലിയ മരത്തണലിലേക്ക് മാറി നിന്നു. ചുറ്റും വാഹനങ്ങളുടെ ഭീതിജനകമായ ഹോൺ ശബ്ദങ്ങളും ആളുകളുടെ ബഹളവും നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ മനുവിൻ്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരുന്നു. ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ ഒരു വേട്ടക്കാരനുണ്ടാകുന്ന അതേ കൃത്യതയോടെ അവൻ പോക്കറ്റിൽ നിന്നും സ്വന്തം ഫോൺ എടുത്തു. നാട്ടിലുള്ള സൂര്യൻ്റെ നമ്പറിലേക്ക് അവൻ വിരലുകൾ ചലിപ്പിച്ചു. ആദ്യത്തെ തവണ ബെല്ലടിച്ചു തീർന്നിട്ടും സൂര്യൻ ഫോൺ എടുത്തില്ല. പോലീസ് ഡ്യൂട്ടിയുടെ തിരക്കിലായിരിക്കുമെന്ന് മനുവിന് അറിയാമായിരുന്നു. എങ്കിലും സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് അവൻ വീണ്ടും സൂര്യൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. രണ്ടാമത്തെ തവണ പകുതി റിങ്ങായപ്പോഴേക്കും അപ്പുറത്തു നിന്നും സൂര്യൻ ഫോൺ എടുത്തു. ഹലോ മനു, എന്തായി കാര്യങ്ങൾ? ഞാൻ ഇവിടുത്തെ ഒരു കേസ് ഡയറി എഴുതുന്ന തിരക്കിലായിരുന്നു. അതാ നിന്നെ വിളിക്കാതിരുന്നത്. എന്തായി? എന്നിട്ട് ആ ഫ്ലാറ്റിൽ പോയി നോക്കിയോ? അവളെ കണ്ട് സംസാരിക്കാൻ പറ്റിയോ നിനക്ക്? സൂര്യൻ ഒരു സുഹൃത്തിൻ്റെ കരുതലോടെയും ഒപ്പം തന്നെ ഒരു പോലീസുകാരൻ്റെ ആകാംക്ഷയോടെയും അവനോട് ഓരോന്നോരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നു. സൂര്യ, ഞാൻ ആ ഫ്ലാറ്റിൽ പോയി. പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അവൾ ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയ വിവരം അവളുടെ അമ്മ വഴി അവൾ അറിഞ്ഞിരിക്കണം. എന്നെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് രാത്രിക്ക് രാത്രി സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി അവൾ അവിടെ നിന്ന് മുങ്ങി. മനുവിൻ്റെ ശബ്ദത്തിൽ കടുത്ത ദേഷ്യവും നിരാശയും പ്രകടമായിരുന്നു. ഒരുതരം അമർഷം നിറഞ്ഞിരുന്നു അവനിൽ. അത് ശരി, അപ്പോൾ അവൾ നിന്നെ ഭയന്ന് ഒളിച്ചോടുവാണല്ലേ? ഇനി എന്താ നിൻ്റെ അടുത്ത പ്ലാൻ? അവൻ പറയുന്നത് കേട്ടതും സൂര്യൻ അല്പം ആശങ്കയോടെ തന്നെ അവനോട് തിരികെ ചോദിച്ചു. ഇല്ല, ഞാനത്ര പെട്ടെന്ന് തോറ്റു പിന്മാറാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവൾ വലിയ ബുദ്ധിശാലിയാണെന്ന് കരുതിയാണ് അവിടുന്ന് ഞാൻ വന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒളിച്ചോടിയത്. പക്ഷേ ഒരു ചെറിയ തെറ്റ് അവൾക്ക് പറ്റി. ഫ്ലാറ്റിലെ ഓണർക്ക് കൊടുക്കാനുണ്ടായിരുന്ന വാടക തുക ഇന്ന് രാവിലെ അവൾ ഓൺലൈൻ വഴി അയച്ചു കൊടുത്തു. പണം കിട്ടിയോന്ന് ഉറപ്പുവരുത്താൻ ഒരു പുതിയ ലോക്കൽ നമ്പറിൽ നിന്ന് അവൾ ഓണറെ വിളിച്ചിരുന്നു. ആ നമ്പർ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവളുടെ ആ പുതിയ നമ്പർ ഇരിക്കുന്നുണ്ട്. മനുവിൻ്റെ വാക്കുകളിൽ ഒരു യുദ്ധം ജയിച്ചതുപോലുള്ള ഭാവമായിരുന്നു. അതെയോ? അവൾ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ഡിജിറ്റലി നമുക്ക് സൈബർ സെല്ലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണ്. നീ ഒട്ടും സമയം കളയണ്ട. ആ നമ്പർ ഇപ്പോൾ തന്നെ എനിക്ക് വാട്സാപ്പിൽ അയച്ചതാ. ഞാൻ നമ്മുടെ സൈബർ വിങ്ങിലെ ആളുകളെ വിട്ട് അതിപ്പോൾ തന്നെ ട്രേസ് ചെയ്യിക്കാം. ആ ഫോൺ ഇപ്പോൾ ഓണാണെങ്കിൽ കൃത്യമായ ടവർ ലൊക്കേഷൻ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ കിട്ടും. സൂര്യൻ ആവേശത്തോടെ പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ അയക്കാം. മനു അവനോട് തിരികെ പറഞ്ഞു. ഡോണ്ട് ഗെറ്റ് ടെൻസ്. നീ ധൈര്യമായിട്ട് തന്നെ ഇരിക്കും മനു. ഞാൻ ലൊക്കേഷൻ കിട്ടിയ ഉടനെ തന്നെ നിനക്ക് അങ്ങോട്ട് മെസ്സേജ് ഇടാം. സൂര്യൻ ഉറപ്പ് നൽകി. മനു വേഗത്തിൽ ഫോൺ കട്ട് ചെയ്ത് വെങ്കട്ടറെഡ്ഡി തന്ന ആ നമ്പർ കൃത്യമായി സൂര്യൻ്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു. മെസ്സേജ് ഡെലിവേർഡായ നീല ടിക്ക് മാർക്ക് കണ്ടപ്പോൾ മനുവിൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. ഫോൺ കയ്യിൽ മുറുകെ പിടിച്ച് മനു ആ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ സെക്കൻഡും ഓരോ യുഗം പോലെയാണ് അവന് തോന്നിയത്.
ഹൈദരാബാദിലെ വലിയ കെട്ടിടങ്ങൾക്കും IT പാർക്കുകൾക്കും ഇടയിൽ അവൾ ഏത് കോണിലാണ് ഒളിച്ചിരിക്കുന്നത്? അവളുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കും? തന്നെ പേടിച്ചോടി അവൾ ഇനി എങ്ങോട്ടായിരിക്കും മാറിയത്? അവൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റും കഴിഞ്ഞു. സൂര്യൻ്റെ കോളൊന്നും വരാത്തതുകൊണ്ട് മനുവിൻ്റെ ഉള്ളിൽ വീണ്ടും പരിഭ്രമം കയറി. ഒരുപക്ഷെ ആ നമ്പർ വ്യാജവിലാസത്തിൽ എടുത്തതാണോ? അതോ സൈബർ സെല്ലിന് ലൊക്കേഷൻ കൃത്യമായി കിട്ടുന്നില്ലേ? അവൻ വീണ്ടും സൂര്യനെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് സ്ക്രീനിൽ സൂര്യൻ്റെ കോള് തെളിഞ്ഞത്. ഒട്ടും സമയം കളയാതെ ഫോൺ എടുത്തു. സൂര്യ, എന്തായി? ലൊക്കേഷൻ കിട്ടിയോ? കാര്യമൊക്കെയാണ് മനു. സൈബർ സെല്ലിലെ പിള്ളേർ ആ നമ്പർ കൃത്യമായിട്ട് തന്നെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ലൊക്കേഷൻ. ഭാഗ്യത്തിന് ആ ഫോൺ ഇപ്പോഴും ആക്റ്റീവാണ്. ലൊക്കേഷൻ വരുന്നത് ഹൈദരാബാദ് സിറ്റിയുടെ IT ഹബ്ബായ ഗച്ചിബൗളി ഏരിയയിലാണ്. അവിടുത്തെ ഒരു നിർമ്മാണ സ്ഥലത്തിനടുത്തുള്ള ലേബർ ക്വാർട്ടേഴ്സിൻ്റെയും ചെറിയ വീടുകളുടെയും പരിസരത്താണ് സിഗ്നൽ കാണിക്കുന്നത്. ആർക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തപ്പെടാൻ പറ്റില്ല. പുതിയ ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഒളിച്ചു താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണത്. സൂര്യൻ വിലാസം വിശദീകരിച്ചു. ഗച്ചിബൗളി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒത്തിരി ദൂരം ഉണ്ടാവോ? മനു ചോദിച്ചു. നീ ഇപ്പോൾ നിൽക്കുന്ന ഹൈദരാബാദിൽ നിന്നും ഏകദേശം 3/4 മണിക്കൂർ യാത്രയുണ്ടാകും. ഞാൻ ലൊക്കേഷൻ്റെ കൃത്യമായ ഗൂഗിൾ മാപ്പ് ലിങ്കും അവിടുത്തെ അഡ്രസ്സും നിൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട് മനു. സൂര്യൻ അത് പറഞ്ഞൊന്ന് നിർത്തി. ആൻഡ് മനു, ഞാനൊരു കാര്യം പറയട്ടെ. നീ അവിടെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവളോട് സംസാരിക്കുമ്പോൾ നിന്റെ നിയന്ത്രണം നഷ്ടപ്പെടരുത്. നിയമം കയ്യിലെടുക്കരുത്. അവളെ അവിടെ കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് പോലീസിനെ വെച്ച് തന്നെ മുന്നോട്ട് ചെയ്യാം. സൂര്യൻ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകി. എനിക്കറിയാം സൂര്യ, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആൻഡ് താങ്ക് യു. ഞാൻ വിളിക്കാം. മനു അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. അവൻ വേഗത്തിൽ വാട്സാപ്പ് തുറന്ന് സൂര്യൻ അയച്ചു തന്ന ആ മാപ്പ് ലിങ്ക് പരിശോധിച്ചു. ഗച്ചിബൗളിയിലെ ആ ഇടുങ്ങിയ കോളനിയുടെ ലൊക്കേഷൻ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. മനുവിൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തീപ്പൊരികൾ വീണ്ടും ആളിപ്പടർന്നു. അവൾ തന്നെ ചതിച്ച് തൻ്റെ കുഞ്ഞിനെ കൊന്നവളാണ്. അവളേത് പാതാളത്തിൽ ഒളിച്ചാലും അവിടെ ചെന്നവളെ വലിച്ചിഴച്ച് പുറത്തിടുമെന്ന് അവൻ മനസ്സാൽ ഉറപ്പിക്കുകയായിരുന്നു അന്നേരം. റോഡരികിലേക്ക് ഇറങ്ങി നിന്ന മനു ദൂരത്തു നിന്നും വന്ന ഒരു ടാക്സി കാറിന് മുന്നിലേക്ക് കൈ കാണിച്ചു. വണ്ടി നിർത്തിയതും അവൻ ഡ്രൈവറോട് ഗച്ചിബൗളിയുടെ ലൊക്കേഷൻ കാണിച്ച് വേഗത്തിൽ അങ്ങോട്ടേക്ക് വിടാൻ പറഞ്ഞു. ടാക്സി കാർ ഹൈദരാബാദിൻ്റെ വലിയ ഹൈവേയിലൂടെ അതിവേഗം മുന്നിലേക്ക് കുതിക്കാൻ തുടങ്ങി. വണ്ടിയുടെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ മനുവിൻ്റെ കൈകൾ ദേഷ്യം കൊണ്ട് മുറുകുന്നുണ്ടായിരുന്നു. അനവധ്യയുടെ കളി അവസാനിക്കാറായിരിക്കുന്നു. അവൾക്കുള്ള ശിക്ഷ അവളുടെ കയ്യെത്തും ദൂരത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. മനു ഒന്നും തന്നെ മിണ്ടാതെ കയ്യിലെ പണം എടുത്ത് ഡ്രൈവർക്ക് നൽകി വണ്ടിയിൽ നിന്നിറങ്ങി. സൂര്യൻ അയച്ചു തന്ന മാപ്പിലെ ലൊക്കേഷൻ പോയിന്റ് തൊട്ടു മുന്നിലായിട്ടാണ് കാണിക്കുന്നത്. ചുറ്റും പല ഭാഷകളിൽ സംസാരിക്കുന്ന നിർമ്മാണ തൊഴിലാളികളും അവിടുത്തെ ആളുകളും നടന്നു പോകുന്നുണ്ടായിരുന്നു. വായുവിൽ സിമൻറ്റിൻ്റെയും മൺപൊടിയുടെയും മണം കലർന്നു നിന്നു. ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ മനു തൻ്റെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇരുവശത്തും പണിതീരാത്ത കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് തൂണുകളും പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ ചെറിയ ലയങ്ങളും മാത്രമുള്ള ആ തെരുവിലൂടെ അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഓരോ വീടിൻ്റെയും ഉമ്മറങ്ങളിലേക്കും ജനലുകളിലേക്കും നീണ്ടു. പെട്ടെന്നാണ് മാപ്പിലെ ചുവന്ന ബിന്ദു കാണിച്ച ആ കൃത്യമായ ലൊക്കേഷന് മുന്നിൽ അവൻ വന്ന് നിന്നത്. ഒരു പഴയ 2 നില കെട്ടിടം. അതിൻ്റെ താഴത്തെ നിലയിൽ പൂട്ടിക്കിടക്കുന്ന കുറച്ച് മുറികൾ. മുകളിലേക്ക് കയറാൻ പുറത്തുനിന്നുള്ള ഇടുങ്ങിയ ഇരുമ്പ് പടവുകൾ. ടാക്സി ഗച്ചിബൗളിയുടെ തിരക്കേറിയ IT റോഡുകൾ പിന്നിട്ട് പതുക്കെ ഹൈവേകളിൽ നിന്നും ഉൾവഴികളിലേക്ക് തിരിഞ്ഞു. വലിയ മൾട്ടിപ്പിൾ ഫ്ലോർ ബിൽഡിങ്ങുകളും വലിയ വലിയ മാളുകളും ആഡംബരങ്ങളിൽ നിന്നും മാറി ഒരു വലിയ കൺസ്ട്രക്ഷൻ സൈറ്റിന് വശങ്ങളിലായി താൽക്കാലികമായി കെട്ടിയുയർത്തിയ ലേബർ ക്വാർട്ടേഴ്സുകളും ഇടുങ്ങിയ വീടുകളും നിറഞ്ഞ കോളനിയിലേക്ക് വണ്ടി പ്രവേശിച്ചപ്പോൾ മനുവിൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും വർദ്ധിച്ചു. അവൻ്റെ ഉള്ളിൽ ദേഷ്യവും പ്രതികാര ചിന്തകളും ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിയുകയായിരുന്നു. വണ്ടിച്ചരക്കുകളും മണ്ണും നിറഞ്ഞ ഒരു ഇടുങ്ങിയ കവലയിൽ നിർത്തി ഡ്രൈവർ അവനെ തിരിഞ്ഞു നോക്കി. സാർ, ഇനി മുന്നിലേക്ക് വണ്ടി പോവില്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.